ഇന്ന് ദേശീയ പത്രദിനമാണ്. നവമാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ അനുദിനം പ്രചാരം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പത്രങ്ങൾ ഇന്നും മലയാളിയുടെ ശീലങ്ങളിൽ ഇഴുകിച്ചേർന്നു തന്നെ നിൽക്കുന്നു. പത്രസ്വാതന്ത്ര്യത്തിന് വലിയ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പത്രങ്ങളുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ ആദ്യ പത്രമായ ഹിക്കീസ് ബംഗാൾ ഗസറ്റ് അച്ചടിക്കപ്പെട്ടതിന്റെ സ്മരണയ്ക്കായാണ് ദേശീയ പത്രദിനം ആചരിക്കുന്നത്. പ്രതിവാര പത്രമായ ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം വെറും 200 പത്രങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ഇന്ത്യയിൽ 1,00,000-ലധികം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവ് പത്രങ്ങളുടെ പ്രചാരം വലിയ തോതിൽ ഇടിയുന്നതിന് കാരണമായി. 2015 ദിനംപ്രതി 610 ദശലക്ഷം കോപ്പികൾ ഇന്ത്യൻ പത്രങ്ങൾ അച്ചടിച്ചിരുന്നത് 2021 386 ദശലക്ഷമായി കുറഞ്ഞു. സമൂഹമാധ്യമങ്ങളെ വാർത്തകൾക്കു വേണ്ടി ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം വ്യാജവാർത്തയുടെ പ്രസരണവും നിയന്ത്രണാതീതമാകുന്നുണ്ട്. റിപ്പോർട്ടേഴ്സ് വിത്ത് ഔട്ട് ബോർഡേഴ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് മാധ്യമസ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള 20 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടിൽ വ്യാജവാർത്തകൾ ഏറ്റവുമധികം സ്വാധീനിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെയാണ് എന്നും കണ്ടെത്തിയിരുന്നു. വർത്തമാനകാല സാഹചര്യങ്ങൾ നിഷ്പക്ഷവും സത്യവുമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പത്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് 24.